ഹായ് വിജയ്. എന്താ ഡാഡി, ബിസിനസ് ഭയങ്കര ബിസിയാണെന്ന് തോന്നല്ലോ, ഒരുപാട് ലേറ്റ് ആയല്ലോ. എന്ത് ചെയ്യാനാ മോനെ, പ്രൊഡക്ഷൻ ഞാൻ തന്നെ നോക്കണം, ഫാക്ടറി ഞാൻ തന്നെ നോക്കണം, ഓഫീസും ഞാൻ തന്നെ നോക്കണം. എനിക്ക് ഒരു ദിവസം 24 മണിക്കൂർ തികയുന്നില്ല മോനെ. നോ 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 നോട്ട് ഫോർ മീ. വേണ്ട വേണ്ട. ഡോക്ടർ എന്നോട് തീർത്തു പറഞ്ഞിരിക്കുക, ഷുഗറോ വിസ്കിയോ ഒരു തുള്ളി പോലും കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ ശരീരത്തിന് പോയിസൺ ആകുമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ ഇത് കഴിച്ചാലുണ്ടല്ലോ അച്ഛൻ മർഗയാ. ഡാഡി നീ കഴിച്ചു. ചിയേഴ്സ് ചിയേഴ്സ്. എൻജോയ് മൈ സൺ, എൻജോയ്. ഗോഡ് ബ്ലസ് യു. ബോഡിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ട്, എന്തിനെങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? എല്ലാം വലിച്ചെറിഞ്ഞിട്ട് റിലാക്സ് ചെയ്തൂടെ? ഫാക്ടറിയുടെയും ഓഫീസിന്റെയും ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ നിമിഷം തൊട്ട് ഡാഡി റിലാക്സ്. അയ്യോ ഡാഡി, ഈ വയറ് നിറച്ച് ബുദ്ധിയാണല്ലോ. ഇത് കൊള്ളാലോ. ഞാനും ഡാഡിയെ പോലെ ഫാക്ടറി ബിസിനസ് ഇങ്ങനെ ടെൻഷനായിട്ട് അലയണമെന്നാണോ പറയുന്നത്? ഇതിലെന്താ മോനെ തെറ്റ്? ദ എൻറ്റയർ എംപയർ ഈസ് യുവേഴ്സ്. ഡാഡിയുടെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്ത് ഡാഡി ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഡാഡി ഉണ്ടാക്കിയ സ്വത്ത് ഞാൻ ഡെവലപ്പ് ചെയ്യണമെന്നാണോ? ഇങ്ങനെ ജനറേഷൻ മുഴുവനും സമ്പാദിച്ചു പോയാൽ ആരാണ് ചെലവ് ചെയ്യുക? ആരാണ് സുഖിക്കുന്നത്? ഡാഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് സ്കോച്ച്. അത് ഡാഡിയെ കൊണ്ട് ഒരു സിപ്പ് കുടിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനെങ്ങനെ സമ്പാദിക്കുന്നേ? ഡാഡിയെ പോലെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്യില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ എൻജോയ് ചെയ്യും. വർക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തോളാം. ദാറ്റ്സ് മൈ പോളിസി. വിജയ്, ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിച്ചാൽ നോ റെസ്പോൺസിബിലിറ്റി ആൻഡ് നോ ബിസിനസ് ഡാഡ്, ഓൺലി ഹാപ്പിനെസ്. ഓക്കെ, പറ്റുമെങ്കിൽ എന്നെ പോലെ ആകാൻ നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മോഹൻ. പിന്നെ കൊറിയൻ കമ്പനി ഒരു കൊട്ടേഷൻ ചോദിച്ചിരുന്നല്ലോ, അതിന് റിപ്ലൈ ഫാക്സ് അയക്കാൻ പറഞ്ഞിരുന്നു. അയച്ചോ? കൊറിയൻ? ഓ ഐ എം സോറി, ഞാൻ മറന്നുപോയി അങ്കിൾ. ഇഡിയറ്റ്. പ്യൂൺ ജോലി ചെയ്യാൻ പോലും യോഗ്യതയില്ലാത്ത നിനക്ക് ബന്ധുവാണെന്ന് കരുതി മാനേജർ പോസ്റ്റ് തന്നില്ലേ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഐ എം സോറി അങ്കിൾ. ഞാൻ ഡോണ്ട് ടോക്ക് റബീസ്. ഐ സേ ഗെറ്റ് ലോസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പ്രിയ. എന്ത് ജോലി ഏൽപ്പിച്ചാലും നേരെ മണം കൊട്ടേഷന്റെ ഫാക്സ് അയച്ചിട്ടുണ്ട്. യു സെൻഡ് ദി ഫാക്സ്? ഐ മീൻ ദാറ്റ് കൊറിയൻ കമ്പനി. യു ആർ റിയലി ഗ്രേറ്റ്. നിന്റെ സിൻസിയറിറ്റി കാണുമ്പോൾ നിന്നെ മാനേജർ ആക്കിയാലോന്ന് ആലോചിക്കാൻ. ഐ ലൈക്ക് യുവർ സിൻസിയറിറ്റി. ഗോഡ് ബ്ലെസ് യു. I like you. Thank you, sir. I like you. Excuse me. കുറച്ചു നേരത്തേക്ക് കോൾ ഡൈവേർട്ട് ചെയ്യണ്ട പ്ലീസ്. താങ്ക് യു. സർ, ഞാൻ ഫാക്സ് അയച്ചതല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്ത് പറയാനാ മോളെ, എന്റെ മോൻ വിജയ് സ്റ്റേറ്റ്സിൽ നിന്ന് തിരിച്ചു വരും. അവൻ വന്നു കഴിയുമ്പോൾ ഈ ബിസിനസ്സും ഫാക്ടറിയൊക്കെ അവനെ ഏൽപ്പിച്ചിട്ട് റിലാക്സ് ആവണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ. അതെന്താ സർ, അദ്ദേഹം വരുന്നില്ലേ? സ്റ്റേറ്റ്സിൽ നിന്ന് വന്നു, പക്ഷെ ഓഫീസിലേക്ക് വരുന്നേയില്ല. അതെന്താ? ഇത് എൻജോയ് ചെയ്യേണ്ട പ്രായമാണെന്ന്. എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ട് ഹാർഡ് വർക്ക് എപ്പോൾ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ മാത്രമേ ചെയ്യാൻ പാടൂ ഡാഡ്. പറ്റിയ ഡാഡ് എന്നെ ഫോളോ ചെയ്യുമെന്നും പറഞ്ഞ് എനിക്കൊരു ഉപദേശവും തന്നു. ഈ സമയത്ത് അവൻ ഏത് ക്ലബിൽ ആഘോഷിക്കുകയാണോ. വെൽക്കം ഗേൾസ്. വിജയ്, ഞാൻ സ്റ്റഡി അല്ലേ. എന്തൊരവസ്ഥയാടാ ഇതെല്ലാം. അവൻ ഓൾറെഡി മോഹൻലാൽ നടക്കുന്ന പോലെ മര്യാദയ്ക്കാ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ പുറകെ പോയി വീടല്ലേ സ്റ്റഡി ആയിട്ട് നിൽക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കണ്ടില്ലേ? ഇവിടെ ഞാൻ വെള്ളമടിച്ച് കുഞ്ഞിക്കൂനിനെ പോലെ കുനിഞ്ഞു നിൽക്കുക. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചോ? അതാരമില്ല, കോമഡിക്കാരൻ എന്നും കോമഡിയല്ലേ. ഹായ് അങ്കിൾ. എന്റെ അമ്മ. ഹായ് ഡാഡ്. ഇയാളാരാ? സാറ് നിനക്ക് ഡാഡിയാണ്. അല്ലാതെ പിന്നെ 2 ബീർ കഴിച്ച നിങ്ങൾ വരെ അച്ഛനാകും. നല്ലൊരു കാര്യം എന്റെ വായു വരില്ല. നല്ലതായതുകൊണ്ടല്ലേ ഞാൻ കഴിച്ചത്. പകല് തെണ്ടി നടന്ന് പറഞ്ഞിട്ട് രാത്രി എന്തിനാണ് വെള്ളോട് സ്വർഗത്തിൽ പോയതാങ്കളെ. ഒറ്റ ബാർ ഞങ്ങൾ വിട്ടിട്ടില്ല. ഫോറിൻ മദ്യം, ഫോറിൻ പെണ്ണുങ്ങൾ. ആഹാ താങ്ക് യു വിജയ്. അടുത്ത പ്രാവശ്യം നിങ്ങളെയും കൊണ്ടുപോകും. ഇങ്ങോട്ട് വരുമ്പോ പാപ്പാൻ വരാതിരിക്കുമോ നീ? ഇതുപോലെ കണ്ട വൃത്തികെട്ട സ്ഥലത്തൊക്കെ അവന് കൊണ്ടുപോയാലുണ്ടല്ലോ അടിച്ചൊരു പരുവത്തിലാക്കി പുറത്തേക്ക്. നിങ്ങളുടെ BP കൂടും, എന്റെ ബിയർ പോകും. ബൈ അങ്കിൾ. ബൈ. മുതലാളി, മോന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. വേഗം ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക വേണ്ടത്. എന്റെ മോൻ രമേശനും നിങ്ങളുടെ മോള് ജയന്തിയും പ്രേമമാണെന്ന് എന്റെ മോൻ എന്നോട് തന്നെ പറഞ്ഞു. ഈ കാലത്ത് പ്രേമിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? നമ്മൾ വേണേ നടത്തി കൊടുക്കാനെന്ന് പറഞ്ഞ് ഇവളെ സമാധാനിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ ഞാനാകെ വയ്യാതായി. ചെറുക്കൻ ഡിഗ്രി കഴിഞ്ഞതാ. 75 പവന്റെ സ്വർണവും 2-3 ലക്ഷം രൂപയും ചെറുക്കനും പെണ്ണിനും യാത്ര ചെയ്യാൻ ഒരു സാൻഡ്രക്കാരും കൂടി കൊടുത്താലേ ഉടനെ നമുക്ക് കല്യാണം നടത്താം. ഒരു 2 മാസത്തെ സമയം വേണം. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരാം. നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാം. എല്ലാം റെഡിയാക്കിക്കോ. 2 മാസത്തിനകം കല്യാണം. എടി എഴുന്നേക്കടി, അവര് പറഞ്ഞല്ലോ 2 മാസം കഴിയട്ടെന്ന്. അപ്പൊ ഞങ്ങൾ വരട്ടെ. നടക്ക്.
മോളെ, മാസം തോറും വാടക കൊടുക്കാനേ പ്രയാസപ്പെടുന്നതല്ലേ? ഇതിന്റെ ഇടയ്ക്ക് അവര് ചോദിച്ചൊക്കെ 2 മാസം കൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും? അവര് വിവരമില്ലാതെ അത് താ ഇത് താന്നൊക്കെ ചോദിക്കും. നിന്നെ കൂടെ പറ്റില്ലെന്ന് പറഞ്ഞൂടെ? വിവരക്കേട് കാണിച്ചത് അവരല്ല, ദേ നിൽക്കുന്ന കണ്ടില്ലേ? അവള് പ്രേമിച്ചെന്ന് വെച്ച് നീ നിൽക്കുമ്പോ അത് നടത്തി കൊടുക്കാൻ പറ്റുമോ? മറ്റുള്ളവരോരോന്ന് പറഞ്ഞുണ്ടാക്കില്ലേ? എന്താ ഇത്ര പറയാൻ? ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നേ. അതുകൊണ്ട് അനിയത്തിയുടെ കല്യാണം ആദ്യം നടത്തി വെക്കുക എന്ന് പറയായിരിക്കും. അത്രയല്ലേ ഉള്ളൂ, പറഞ്ഞോട്ടെ. ഇതെന്താ ഇത്ര നിസ്സാരമായി പറയുന്നേ? അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ ആരാ വരും? ഞാൻ വരും പ്രിയ, ഞാൻ വരും. നിനക്ക് വേണ്ടി ഞാനിവിടെ ഉള്ളപ്പോ വേറൊരുത്തിന് ഈ വീട്ടിൽ പെണ്ണ് ചോദിച്ചുകൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കുവോ? എന്താ ചേച്ചി, ശരിയല്ലേ? എടാ, കല്യാണക്കാര്യം പറഞ്ഞോണ്ട് മേലെ ഇവിടേക്ക് കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാ ചേച്ചി ഈ പറയുന്നേ? എന്ത് വർത്താനം ഈ പറയുന്നേ? 7 ടൈംസ് അല്ലേ ചേച്ചി ഞാൻ നാഷണൽ ചാമ്പ്യൻ ആയത് വെയിറ്റ് ലിഫ്റ്റില്? എന്റെ ഈ ലെവലില് പുറത്തുനിന്ന് പെണ്ണ് ചോദിച്ചുകൊണ്ട് വരിക ചേച്ചി ഇവിടെ. പ്രിയ കുട്ടിയെ വാ, എന്റെ മസിൽസ് നോക്ക്. ഓ ടെൻഷനാണോ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഈ മസിൽ കണ്ടോ? ഇത്രയും മസിലുള്ള ഇനി വേറൊരു ചെറുക്കനെ നിനക്ക് കിട്ടുവോ? ചേച്ചിയുടെ വാക്കൊന്നും നീ കേൾക്കണ്ട, ജീവിതം കട്ടപ്പോ. ചൂലെടുത്തോണ്ട് വാ. 7 ടൈംസ് നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. 7 ടൈംസ്. ചേച്ചി പറഞ്ഞു കൊടുത്തേക്ക്. 7 ടൈംസ്. 7 ടൈംസ് ഞാൻ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. ആ ഇതാ ആറന്മുളയുള്ള വിജയൻ ചേട്ടന്റെ ഒരേ ഒരു മോളാ. സൈഡിൽ നിന്ന് നോക്കിയ നയൻതാര പോലെ തന്നെയാണ്. എടോ, തന്നോടാരാ സൈഡ് നോക്കാൻ? അല്ല, നേരെ നോക്കിയ ലക്ഷണമുള്ള ഒരു കൊച്ചായിരിക്കണം. വിജയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായിരിക്കും, അല്ലാതെ പിന്നെ സൈഡ് കീട് ചുമ്മാ. ഈ പെണ്ണിനെ നോക്ക്. എന്താ ഡാഡി, കമ്പനി പരസ്യത്തിന് വേണ്ടി മോഡൽസിനെ നോക്കണോ? ഇല്ല മോനെ, പെണ്ണ് കണ്ടോണ്ടിരിക്കുക. പെണ്ണ് കാണുന്നോ? ആർക്കു വേണ്ടി? നിനക്ക് തന്നെ മോനെ. എന്റെ മാര്യേജിന് ഡാഡി പെണ്ണ് നോക്കുന്നോ? ഇത് കൊള്ളാലോ. ഒരു കാര്യം ചെയ്യ്, ആ ആൽബം അവനെ തന്നെ കാണിച്ചു കൊടുക്ക്. അവൻ സെലക്ട് ചെയ്തോട്ടെ. മോനെ, ഇതില് ലോക്കൽ പെൺകുട്ടികൾ മാത്രമല്ല, ഫോറിൻ പെണ്ണുങ്ങളും ഉണ്ട്. ഔട്ട്. എന്താ ഡാഡി ഒന്ന് ചുമ്മാരി. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോണം. പുറത്തു പോണോ? എടോ, എന്തിനാ ഡാഡി ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ? എനിക്കിപ്പോ കല്യാണം കഴിക്കാനൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഇല്ലെന്നോ എന്നേക്കുമായില്ലെന്നോ? ഡാഡി ഇപ്പൊ യൂത്തിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇമെയിൽ, ഇന്റർനെറ്റ്, സാറ്റലൈറ്റ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കരുത്. ഇപ്പൊ എല്ലാം മാരേജ് എന്ന് പറയുന്നത് യൂത്തിന്റെ സന്തോഷത്തിനിടുന്ന അതെന്താ ഒരു എന്താ പറയുന്നത്, ഒരു സ്പീഡ് ബ്രേക്കർ പോലെ. പക്ഷെ ദയവേത് എനിക്കിതൊന്നും വേണ്ട കേട്ടോ. ഡാഡി ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് കല്യാണം എന്ന് പറയുന്ന ഒരു സംഗതിയേ വേണ്ട. മോനെ വിജയ്, പ്ലീസ് പറയുന്നത് കേക്കടാ. അയ്യോ സാറേ, വേണ്ട, തടയണ്ട. ജീവിച്ചിരുന്നിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. എന്നെ തടയരുത്. സാറേ വേണ്ട, പറയുന്നൊന്നും കേൾക്കണ്ട, ചെയ്യരുത്. കുടിക്കാൻ സാറേ, സാറേ ഡാഡി ഡാഡി എന്താ കാണിക്കുന്നത്? ഡാഡി ഡാഡി വേണ്ട. ഡാഡിയുടെ ബോഡി കണ്ടീഷൻ ഒരു തുള്ളി കഴിച്ചാലും അത് പ്രശ്നമാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അത് മറന്നുപോയോ? ഒന്ന് പോടാ. എന്റെ മോൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ട് ചാവുന്നത് നല്ലത്. ഡോണ്ട് ഇന്റർഫിയർ വിത്ത് മീ. ഡാഡി പ്ലീസ്. ഈ ഏജിൽ മാരേജ് എന്ന് പറയുന്നത് ഒരു ബോറായ കാര്യമാ. ഡാഡി മാരേജ് അല്ലാതെ വേറെ എന്തു പറഞ്ഞാലും എനിക്ക് ഓക്കെ ഡാഡി. ഒന്ന് പോടാ. ഓട്ടോ ഓടിച്ചും കൂലിപ്പണി ചെയ്തും ദിവസം 50-100 സമ്പാദിക്കുന്നവൻ പോലും തന്റെ മകന് താൻ വിചാരിക്കുന്ന പോലെ കല്യാണം നടത്തിക്കൊടുത്ത് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കും. എന്നെ കണ്ടില്ലേ? മൾട്ടി മില്യണർ, ഇഷ്ടം പോലെ ഫാക്ടറി, ബിസിനസ്, ബംഗ്ലാവ്, കാറ്, ആഡംബര ജീവിതം എല്ലാം ഉണ്ടായിട്ടും എന്താണ് പ്രയോജനം? എന്റെ മോന് ഞാൻ വിചാരിക്കുന്ന പോലെ കല്യാണം നടത്താൻ പറ്റുന്നില്ല. എനിക്കൊരു അനന്തരാവകാശ സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. എന്റെ പേരക്കുട്ടികളോട് എനിക്ക് കൊഞ്ചിക്കുഴയാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ജീവിച്ചിട്ട് എന്താ പ്രയോജനം? ഞാനും നിന്റെ അമ്മയെ പോലെ മുകളിലോട്ട് പോയെന്ന് വെച്ചോ, നിന്നോട് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ജീവിതം നന്നായിട്ട് ആസ്വദിച്ചോ. യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. അടിച്ച് പൊളിച്ചോ ജീവിതം. ഇങ്ങനെ തന്നെ ഞാനിത് കുടിക്കട്ടെ. വേണ്ട, മോൻ പറഞ്ഞില്ലേ കുടിക്കരുത്, അതുകൊണ്ട് വിട്ടേടാ. ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ല, അവൻ പറയുന്നത് ഞാൻ കേൾക്കണമെന്നാണോ? ഡാഡി ഞാൻ കല്യാണം കഴിച്ചോളാം. ഡാഡി ഡാഡി പറയുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്നാൽ ഒരു കണ്ടീഷൻ. ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ 1 വർഷം മാത്രം ജീവിച്ചു നോക്കും. അതിനുശേഷം ആ 1 വർഷത്തിൽ എനിക്ക് മാരേജ് ലൈഫ് ഇഷ്ടമായാൽ, ആ പെണ്ണിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ആ ലൈഫ് കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ ഡിവോഴ്സ്. ഇതുപോലത്തെ വിവരം കെട്ട കണ്ടീഷന് ഏത് പെണ്ണ് സമ്മതിക്കൂടാ? ഏത് പെണ്ണ് ഇതിന് സമ്മതിക്കുന്നു ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചതാ. ഇല്ലെങ്കിൽ കല്യാണക്കാരി ഇവിടെ കൂടെ നിർത്തിയേക്കണം. പ്ലീസ്. എന്ത്
എന്താ പറഞ്ഞിട്ട് പോകുന്നവൻ? ഒരു വർഷത്തേക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണ് സമ്മതിക്കും ഗോപാല? എനിക്കൊന്നും ഇത് കേട്ടോ, മനസ്സിലാവുന്നില്ല. മോൻ പറയുന്ന കേട്ട് സാറ് വിഷമിക്കണ്ട. നല്ല ബുദ്ധിയും സാമർത്ഥ്യമുള്ള ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്ക്. ഈ പിടിവാശിയൊക്കെ ആ പെണ്ണ് മാറ്റിയെടുത്തോളൂന്നേ. ഏത് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. സിറ്റ് ഡൗൺ, നോ പ്രോബ്ലം. സർ, ഈ ഫാക്സ് ചെയ്യേണ്ട ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് സൈൻ ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ അയച്ചോളാം സർ. അതൊക്കെ പോട്ടെ, ആദ്യം നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ താ. നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ചോദിച്ചാൽ എങ്ങനെ മേടിച്ചിരുന്നിട്ട് കാര്യമില്ല. സർ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റോ? ഇൻഡസ്ട്രിയിലെ വിശ്വനാഥൻ തന്റെ ഓഫീസിൽ തന്നെ തന്റെ മരുമകളെ ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ടാണ് റെസിഗ്നേഷൻ ലെറ്റർ ചോദിച്ചത്. ഇഷ്ടമില്ലെങ്കിൽ സാരമില്ല മോളെ. അതുകൊണ്ടല്ല സർ, എന്റെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എന്നെ കൊണ്ട് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാനേ വയ്യ സർ. ഡോണ്ട് വറി പ്രിയ, ഈ നിമിഷം തൊട്ട് നീ എന്റെ മരുമകളാ. നിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം പോലെയാ. മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ശരിയെന്ന് പറ മോളെ, പ്ലീസ്. ഓക്കെ. കല്യാണ കച്ചേരി പാടാവടി, കല്യാണ കച്ചേരി. ഞാൻ വളരെ ഹാപ്പിയായി മോളെ, ഞാൻ വളരെ ഹാപ്പിയായി ഞാൻ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോയി വിജയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. എല്ലാത്തിലും നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തും. നീ അങ്ങോട്ട് വരുമെന്ന് ഞാൻ അവനെ വിളിച്ച് പറയാം. You go and see him. കല്യാണ കച്ചേരി. സന്തോഷം കൂടി പോയതാ മോളെ.